പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മഹനീയം ഗോസ്പൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ സർവശക്തനാകുന്ന ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഡയറക്ടറായി, ഈ മഹനീയം ഗോസ്പൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ആത്മസ്നേഹിതൻ, എൻ്റെ സഹോദരൻ ആയിരിക്കുന്ന പാസ്റ്റർ സാബു പീറ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അപ്പോൾ തന്നെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ബിനോയ് പാപ്പച്ചൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് അടുത്ത് ആനാരി ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഹരിപ്പാടിനടുത്ത് പള്ളിപ്പാട് സ്വദേശിയാണ്. ഒരു അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പഴയ നിയമഭക്തന്മാരുടെ പാട്ടുപുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നിന്ന് ഒരു വേദശകലമാണ് ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് വായിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കപ്പെട്ടിരിക്കുന്നത്. പൗരസ്ത്യ നാടുകളിൽ, അതായത് റോമാക്കാരുടെ ഇടയിൽ ദുഃഖിച്ച് കരയുമ്പോൾ റോമാക്കാർ സാധാരണ നിലയിൽ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. അവർ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അവർ ഒരു സ്ഫടിക പാത്രം എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം അവർ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല യഹൂദന്മാരുടെ അല്ലെങ്കിൽ റോമാക്കാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ജൽപ്പനങ്ങളായി മാറുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായിരുന്നു. അവർ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകളായിരുന്നതുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ആ കണ്ണുനീര് അവരൊരു സ്ഫടിക പാത്രത്തിനകത്തേക്ക് സേവ് ചെയ്തതിന് ശേഷം അവരൊരു കുപ്പിക്കകത്തേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് പതിവാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ അഭിപ്രായ പ്രകാരം അവരുടെ കണ്ണുനീരിന് വളരെ വിലയുണ്ട്. നമുക്കറിയാം, നാം പലപ്പോഴും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ തലമുറകൾ വളർന്ന് നെഞ്ചുവിരുവൊക്കെ ആയി അവർ എന്തോ ഒരാളൊക്കെ ആയി കഴിയുമ്പോൾ പല കുഞ്ഞുങ്ങളും മാതാപിതാക്കൾക്ക് എതിരെ തിരിഞ്ഞ് ശബ്ദമുയർത്തും. നിങ്ങൾക്ക് എന്തറിയാം, ഞങ്ങൾക്ക്
വിവരമുണ്ട്, ഞങ്ങൾക്കും കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് എതിരെ ശബ്ദമുയർത്തുമ്പോൾ പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ ഞങ്ങളുടെ കണ്ണുനീരാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്, നീ ഇത് മറന്നു പോകരുത് എന്ന് പറയുന്നത് കേൾക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പലപ്പോഴും പുച്ഛത്തോടുകൂടി ആ മാതാപിതാക്കളെ സംബോധന ചെയ്യുന്നത് കാണുവാൻ അറിയുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വരാതിരിക്കുവാനായിരിക്കാം ഒരുപക്ഷെങ്കിൽ പൗരസ്ത്യ നാടുകളിൽ അവർ ആ കണ്ണുനീര് സൂക്ഷിച്ചു വെക്കുന്നത്. അവരോട് പറയും, മോനെ നിന്റെ ഇന്ന വിഷയത്തിനു വേണ്ടി കരഞ്ഞ കണ്ണുനീരിന്റെ അളവാണിത്. ഈ കണ്ണുനീര് തലമുറകളെ കാണിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. എന്താണ് തുരുത്തി? അതാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരുടെ ആചാരപ്രകാരം അവരുടെ എല്ലാ വീടുകളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് തുരുത്തി എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ പണ്ട് വാഹനങ്ങളില്ല. ഞാനൊന്ന് തുരുത്തി എന്താണെന്നൊന്ന് നമുക്ക് മനസ്സിലാകുന്ന നിലയിലൊന്ന് പറയാം. പണ്ട് വാഹന സൗകര്യങ്ങളില്ല. കിലോമീറ്ററുകൾ നടന്നാണ് യാത്ര ചെയ്യുന്നത്. ദിവസങ്ങളോളം നടക്കും. പിതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത്, അവർ വഴിയിൽ കുടിക്കുവാൻ വേണ്ടി വെള്ളം സേവ് ചെയ്ത് കൊണ്ടുപോകും. നമുക്കും അറിയാം, നമ്മളും ദൂരയാത്രകൾ ചെയ്യുമ്പോൾ, ട്രെയിൻ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് വെള്ളം മേടിച്ച് വിശ്വസിച്ച് ഉപയോഗിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ഫ്ലാസ്കിനകത്തോ അല്ലെങ്കിൽ വലിയ കുപ്പിക്കകത്തോ ജാറയ്ക്കകത്തോ ഒക്കെ സൗകര്യമനുസരിച്ച് നമ്മൾ വെള്ളം കൊണ്ടുപോകാറുണ്ട്. ഇതേപോലെ പഴയ കാലഘട്ടങ്ങളിൽ സൗകര്യപ്രദമാകുന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവാണ് തുരുത്തി എന്ന് പറയുന്നത്. ഇനി തുരുത്തി ഉണ്ടാക്കപ്പെടണമെങ്കിൽ, ഒരു വീട്ടിൽ തുരുത്തി ഉണ്ടാക്കപ്പെടണമെങ്കിൽ എങ്ങനെയാണ് തുരുത്തി ഉണ്ടാക്കപ്പെടുന്നത്? ആ തുരുത്തി ഉണ്ടാക്കപ്പെടുവാൻ ഒരു മൃഗം കൊല്ലപ്പെടണം. ഒരു മൃഗം ആ തുരുത്തി ഉണ്ടാക്കപ്പെടുന്നതിന് വേണ്ടി കൊല്ലപ്പെടുകയും അതിൻ്റെ തോല് ഉരിഞ്ഞെടുത്ത് അത് ഒരു പ്രത്യേക രൂപത്തിൽ അത് പണിതെടുത്ത് അതിനുശേഷം ആ വസ്തു അത് പുകയത്ത് വയ്ക്കുവാനിടയായി തീർന്നു. പുകയത്ത് വെച്ചത് പ്രത്യേകമാകുന്ന നിലയിൽ അതിനെ ബലപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ ആകുന്നു. ഈ മനോഹരമായ സമയത്ത് തന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാവേ, വാത്സല്യ ദൈവദാസനെ, സഹോദരി സഹോദര, എന്നെയും നിങ്ങളെയും സർവശക്തനാകുന്ന ദൈവം ഓരോ തുരുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളെ തുരുത്തിയാക്കി വേർതിരിച്ചിരിക്കുകയാണ്. നമ്മെ തുരുത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ തുരുത്തി എന്തോത്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് അതിനു വേണ്ടുന്നതാകുന്ന തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
തുരുത്തിയുടെ ഒരു ഉപയോഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റിട്ട് ഹാഗാറിനെയും കുഞ്ഞിനെയും അവിടെ വിടുമ്പോൾ അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് എന്ന് പറയുന്നു. അപ്പോൾ തുരുത്തിയുടെ ഒന്നാമത്തെ ഉപയോഗം അവിടെ അവരുടെ യാത്ര മധ്യേ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കത്തക്ക നിലയിൽ വെള്ളം സേവ് ചെയ്യുക, വെള്ളം കൊണ്ടുപോകുക. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു ഫ്ലാസ്കിന്റെ ഒരു ഉപയോഗം പോലെയാണ് ആ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി രണ്ടാമത് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തുരുത്തിയുടെ മറ്റൊരു ഉപയോഗം കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരേണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. അവിടെ തുരുത്തി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാല് സൂക്ഷിച്ചു വയ്ക്കുവാൻ, പാല് കരുതി വയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തുരുത്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി മൂന്നാമത് തുരുത്തി എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നാം ബൈബിളിൽ പരിശോധിച്ചാൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശിലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ശിലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ തുരുത്തി ഉപയോഗിക്കപ്പെടുന്നത് വീഞ്ഞ് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. 1 കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശിലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു എന്നാ പറയുന്നത്. അവിടെ വീഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വീഞ്ഞ് സൂക്ഷിക്കുക എന്ന ഒരു ഉപയോഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 4-ാമത് തുരുത്തിയുടെ ഉപയോഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ 1 പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. അപ്പോൾ തുരുത്തിയുടെ 4-ാമത്തെ ഉപയോഗം അവിടെ എണ്ണ സൂക്ഷിക്കുക എന്നുള്ള, അതായത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എണ്ണ സൂക്ഷിക്കുന്ന ഒരു ഭരണി പോലെ പഴയ നിയമ കാലഘട്ടത്തിൽ തുരുത്തി ഉപയോഗിക്കപ്പെട്ടു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ ഉപയോഗം വെള്ളം സൂക്ഷിക്കുക, 2-ാമത്തെ ഉപയോഗം പാല് സൂക്ഷിക്കുക, 3-ാമത്തെ ഉപയോഗം വീഞ്ഞ് സൂക്ഷിക്കുക, 4-ാമത്തെ ഉപയോഗം എണ്ണ സൂക്ഷിക്കുക. ഇങ്ങനെ വിവിധ നിലകളിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഈ തുരുത്തി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഭക്തൻ പറയുന്നത്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അപ്പോൾ തുരുത്തി എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കി.
പഴയ നിയമ കാലഘട്ടത്തിൽ തുരുത്തി എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇനി അടുത്തത്, ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവം ഒരു തുരുത്തിയാക്കി വേർതിരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഒരു തുരുത്തിയാക്കി വേർതിരിച്ചിരിക്കുന്നത്? ആ പഴയ നിയമത്തിലെ ഉപയോഗവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി പഠിച്ചാൽ നമുക്ക് ചില മാർമിക സത്യങ്ങൾ, ആത്മീയ ദൂതുകൾ വെളിപ്പെട്ട് ലഭിക്കുവാനിടയായിത്തീരും. ഒന്നാമത്തെ ഉപയോഗം നാം ചിന്തിച്ചു, തുരുത്തി വെള്ളം സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെയാകുന്നു എന്ന് പറയുകയും നമ്മെ തുരുത്തിയാക്കി ദൈവം വേർതിരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ, ഒന്നാമത് നമ്മിൽ വെള്ളം നിറയണം. വെള്ളം നിറയുക എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചില പ്രതീകങ്ങളിൽ ഒന്നാണ് വെള്ളം. 2 പ്രാവ്. യേശു സ്നാനപ്പെട്ട് നദിയിൽ നിന്ന് കയറുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന് നിഴലാണ്. വേറൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവ് തീക്ക്, അഗ്നിക്ക് നിഴലാണ്. പരിശുദ്ധാത്മാവ് എണ്ണയ്ക്ക് നിഴലാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തുരുത്തിയിൽ വെള്ളം നിറയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ നാം ആയിരിക്കുന്ന തുരുത്തിയിൽ പരിശുദ്ധാത്മാവായിരിക്കുന്ന വെള്ളം നിറയപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നതാണോ? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു. അവിടെ ഒരു സംഭവം കാണുവാൻ കഴിയുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 11:24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചുള്ള സാക്ഷ്യം അവിടെ പറയുകയാണ്. അവന്റെ പ്രത്യേകത, അവൻ നല്ല മനുഷ്യനാ. 2, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാ, വിശ്വാസത്താൽ നിറഞ്ഞവനാ. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ തുരുത്തിയിൽ വെള്ളം നിറച്ചെങ്കിൽ പുതിയ നിയമ തുരുത്തിയായിരിക്കുന്ന എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവത്തിലേക്ക് വരേണ്ടുന്നത് ആവശ്യമാണ്. രണ്ടാമത്, തുരുത്തിയുടെ ഉപയോഗം നാം പറഞ്ഞത് തുരുത്തിയിൽ പാല് നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യം, ഇതാണ് ഉപയോഗമാണ്. പഴയ നിയമ തുരുത്തിയിൽ പാല് നിറയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ എന്നിലും നിങ്ങളിലും നിറയേണ്ടുന്നത്
വചനമെന്ന മായമില്ലാത്ത പാലാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പീൻ. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. വചനത്തെ പാലിനോട് ഉപമിക്കുകയാ. അപ്പോൾ മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് തന്റെ തിരുസഭയ്ക്ക് നൽകിയതാകുന്ന തിരുവചനത്തിൽ, ഉപദേശത്തിൽ ഇന്ന് അനേക മായങ്ങൾ ചേർന്നു തുടങ്ങി. ഒരുപാട് ദുർവശങ്ങൾ വാനിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ യഥാർത്ഥമാകുന്ന പത്യവചനം ഏതെന്ന് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും വചനത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. നമ്മുടെ തലമുറകളെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിച്ച തലമുറകളെ വചനത്തിൽ നിലനിർത്തുവാൻ നാം ഓരോരുത്തരും ഉത്സാഹിക്കേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിശാച് ഏതു വിധേനയും തന്റെ ഭക്തന്മാരെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാത്സല്യ ദൈവ പൈതലെ, പിശാചിനെ ജയിക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വചനമുണ്ടായിരിക്കണം. നാം ആയിരിക്കുന്ന തുരുത്തിയിൽ വചനം നിറയണം. നമുക്കറിയാം, നമ്മുടെ അരുമനാഥനായി യേശു ചില ദിവസങ്ങൾ ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞ് യേശു എഴുന്നേൽക്കുമ്പോൾ പിശാച് യേശുവിന്റെ അടുക്കൽ പരീക്ഷണത്തിനായി യേശുവിന്റെ അടുക്കൽ പിശാച് കടന്നു ചെല്ലുകയാ. പല നിലകളിലും അവിടെ പരീക്ഷിക്കുമ്പോൾ യേശു പിശാചിനെ ജയിച്ചത് അന്യഭാഷ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ശാസിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിലകളിൽ വിരട്ടി ഓടിക്കുകയല്ല ചെയ്തത്. യേശു അവിടെ ചെയ്യുന്നത് വചനം എടുത്ത് ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഇരുവായ്ത്തലയുള്ള വചനം പിശാചിന് എതിരെ പ്രയോഗിച്ചപ്പോൾ പിശാച് അവിടെ പരാജയപ്പെട്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവ പൈതലെ, ഞാനും നിങ്ങളും ചില മണ്ഡലങ്ങളിൽ വിജയം വരിക്കണമെങ്കിൽ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജയിക്കണമെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിറയേണ്ടുന്നത് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമാണ്, എന്നാൽ സ്കൂളും കോളേജും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. നമ്മുടെ ദൈവമക്കൾ പലരും സഭായോഗങ്ങളെ അലക്ഷ്യമായി കണ്ടിട്ട്, നിസാരമായി കണ്ടിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഞായറാഴ്ചത്തെ ആരാധനകൾ പോലും മുടക്കി, സൺഡേ സ്കൂൾ പോലും മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള പഠനത്തിനായി, വിദ്യാഭ്യാസത്തിനു വേണ്ടി പറഞ്ഞയച്ചു. വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ ഉയർന്നു വരണം, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച പ്രാപിക്കണം.
പക്ഷേ നാം ചിന്തിക്കത്തക്ക നിലയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഫൈനൽ എക്സാം കഴിഞ്ഞ വിജയം പ്രാപിച്ച് 9ാം ക്ലാസ്സിലേക്ക് കയറിയാൽ പിന്നെ 8ാം ക്ലാസ്സിൽ പഠിച്ച പാഠങ്ങൾ കൊണ്ട് അവന് യാതൊരു പ്രയോജനവുമില്ല. 10ാം ക്ലാസ്സിൽ ജയിക്കുന്ന ഒരു കുട്ടി +1 +2 പോകുമ്പോൾ അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചവിട്ടിക്കേറുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന തിരുവചനം, നാം കൊണ്ടു നടക്കുന്ന തിരുവചനം, ആ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 5 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് ഒരു വാക്യം പഠിച്ചാൽ 6ാമത്തെ വയസ്സ് കഴിയുമ്പോൾ ആ വാക്യം വേണ്ടാതെ വരുന്നില്ല. ആ പഠിച്ച വാക്യം 15 വയസ്സിൽ വേണ്ടാതെ വരുന്നില്ല. ആ വാക്യം 70 വയസ്സുവരെ ആ കുഞ്ഞിന് ജീവിച്ചിരിക്കുവാൻ ദൈവം അനുവാദം കൊടുത്താൽ ആ വാക്യം വേണ്ടാതെ വരുന്നില്ല. എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ മാന്യ ശ്രോതാവേ, വാത്സല്യ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം പഠിക്കുവാൻ അവസരമൊരുങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വരും നാളുകളിൽ പ്രതികൂലങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ, പ്രതിസന്ധികൾ ഉയർന്നു പൊങ്ങുമ്പോൾ, പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറയണം. നാം ആയിരിക്കുന്ന തുരുത്തിയിൽ മാറ്റമില്ലാത്ത വചനം, മായമില്ലാത്ത വചനം നിറയുവാനിടയാകണം. ദുരുപദേശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥമാകുന്ന വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ്. മൂന്നാമത്, തുരുത്തിയുടെ ഉപയോഗം പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ നാം വായിച്ചത് വീഞ്ഞ് നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ വീഞ്ഞ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ സന്തോഷത്തെ കാണിക്കുന്നതാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. തെളിവ് ഞാൻ തരാം. കാനാവിലെ കല്യാണത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ വീഞ്ഞ് തീർന്നുപോയി. ആ വിവാഹ ഭവനത്തിൽ വളരെ സന്തോഷം നിറഞ്ഞു നിന്ന ഒരു മണിക്കൂറുകളായിരുന്നു. ഭയങ്കര ഉല്ലാസത്തിൽ നിന്നിരുന്ന നിമിഷങ്ങളായിരുന്നു. എന്നാൽ എപ്പോൾ വീഞ്ഞ് തീരാൻ തുടങ്ങിയോ ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ ടെൻഷൻ കൂടി. വീഞ്ഞു തീർന്നപ്പോൾ അവിടുത്തെ സന്തോഷമില്ലാതെയായി. അടുത്ത നിമിഷം ഇനി എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നു. അവരിൽ ചിലർ യേശുവിന്റെ അമ്മ മറിയയുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവിടെ പറയുമ്പോൾ യേശുവിന്റെ അമ്മ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ നികത്തിത്തരുവാൻ കഴിയുന്ന, ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിയുന്ന
ഒരു യേശുവിനെ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ അമ്മ മറിയയും അത് തന്നെയാ പറയുന്നത്. നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നിയല്ല, യേശുവിന്റെ അടുക്കൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കൂ. എന്നിട്ട് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. ഇന്ന് എനിക്കും പറയാനുള്ളത് അതാ. യേശു എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നത് അനുസരിക്കുവാൻ, യേശു പറയുന്നത് ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? കുഞ്ഞെ, നിന്റെ നിരാശകൾ ഇന്ന് ഈ നിമിഷം മാറ്റിത്തരുവാൻ എന്റെ ദൈവം മതിയായവനാ. അങ്ങനെ ആ വിവാഹ ഭവനത്തിലുള്ളവർ യേശു പറഞ്ഞത് അനുസരിക്കുകയും ആ കൽപാത്രങ്ങളിൽ യേശു പറഞ്ഞതനുസരിച്ച് വെള്ളം നിറയ്ക്കുകയും ചെയ്തപ്പോൾ എൻ്റെ യേശു അവിടെ അത്ഭുതം ചെയ്തു. അവിടെ വീഞ്ഞു കൊണ്ടുവന്ന് വിളമ്പുവാനിടയായി തീർന്നു പോയതായ വീഞ്ഞ് ആ ഭവനത്തിൽ വീണ്ടും കടന്നു വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയതാകുന്ന സന്തോഷം അവിടെ മടങ്ങി വരുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാർ തുരുത്തിയിൽ വീഞ്ഞ് സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ പുതിയ നിയമ വിശ്വാസിയെ, പുതിയ നിയമ തുരുത്തിയായിരിക്കുന്ന എന്നിലും നിങ്ങളിലും നിറയേണ്ടുന്നത് സന്തോഷം നിലനിൽക്കുന്ന വീഞ്ഞ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മിൽ കടന്നു വരയണം. എന്ന് പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം മദ്യത്തിന് എതിരാണ്. മദ്യപാനികളെ എന്റെ യേശു വെറുക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ആത്മീയ അർത്ഥമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. നാലാമത്തെ തുരുത്തിയുടെ ഉപയോഗം നമ്മൾ ചിന്തിച്ചത് എണ്ണ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. എണ്ണ എന്തിന്റെ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ ഈ എണ്ണ എന്ന് പറയുന്നത് അഭിഷേകത്തെ കാണിക്കുന്നതാണ്. അഭിഷേകത്തെ കാണിക്കുന്നതാ. 133 സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് അവിടെ പഠിച്ചു വരുമ്പോൾ തലയിൽ ഒഴിക്കുന്നതാകുന്ന അഭിഷേക തൈലം അത് ഒഴുകി താടിയിലേക്കും അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്കും വരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നത് വിശേഷ തൈലമാ, അഭിഷേക തൈലമാ. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഉണ്ടാക്കിയിരുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമ വിശ്വാസിയായിരിക്കുന്ന, പുതിയ നിയമത്തിലെ തുരുത്തിയായിരിക്കുന്ന എന്നിലും നിങ്ങളിലും നിറയേണ്ടുന്നത് അഭിഷേകത്തിന്റെ എണ്ണയാ. അഭിഷേകം എന്ന പദം നാം ഇവിടെ പറയുമ്പോൾ ക്രിസ്തീയ ഗോളത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന ഒരു പദമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകത്തിന്റെ പേരിൽ ഇന്ന് ഒരുപാട്
ആവശ്യമില്ലാത്ത പരിപാടികൾ കാട്ടിക്കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. പഴയ നിയമ ചരിത്രങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അഭിഷേകം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അഭിഷേകം ഏത് നിലയിലാണ് ചെയ്തിരുന്നത് എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുവാൻ, നിയോഗിക്കുവാൻ വേണ്ടി അഭിഷേക തൈലം ഉപയോഗിച്ചിരുന്നു. പുതിയ നിയമത്തിൽ അഭിഷേകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനെപ്പറ്റി നാം ആധികാരികമായി പഠിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നാം അഭിഷേകത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് അഭിഷേകം നമ്മിൽ കടന്നു വന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണം? വചനം പറയുന്നു, അഭിഷേകത്തിന്റെ ശക്തിയാൽ നുഖങ്ങൾ ഒടിയപ്പെടുവാനിടയായിത്തീരും. അതെ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില അടിമനുഖങ്ങൾ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ വ്യക്തിജീവിതമേ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നാം പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ നാം ചിന്തിച്ചത് സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. എന്താണ് തുരുത്തി എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. തുരുത്തിയുടെ വിവിധ ഉപയോഗങ്ങൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. നമ്മെ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു തുരുത്തിയാക്കി മാറ്റിയിരിക്കുന്നത് എന്തിനാണെന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ഇനി ഒരു തുരുത്തി ഉണ്ടാക്കപ്പെടണമെങ്കിൽ വെറുതെ അങ്ങ് ഉണ്ടാക്കാനൊക്കത്തില്ല. അതിനുവേണ്ടി ഒരു മൃഗം കൊല്ലപ്പെടണം. എല്ലാ ഭവനത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് തുരുത്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കൊല്ലപ്പെടുന്ന മൃഗത്തിന്റെ തോല് ഉരിഞ്ഞു മാറ്റി ആ തോലൊരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാ. പുതിയ നിയമവിശ്വാസിയെ, എന്നെയും നിങ്ങളെയും ദൈവം ഒരു തുരുത്തിയാക്കി മാറ്റുവാൻ, മൃഗം കൊല്ലപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ടു. ഏതാണ് ആ മൃഗം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, ഞാനും നിങ്ങളും തുരുത്തിയാകുവാൻ, ഞാനും നിങ്ങളും കൊല്ലപ്പെടേണ്ടുന്നതിന് പകരം, തകരപ്പെടേണ്ടുന്നതിന് പകരം, എനിക്കും നിങ്ങൾക്കും പകരമായി എന്റെ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലേക്ക് നടന്നു കയറുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിലേക്ക് നടന്നു കയറിയത്? നാം ചിന്തിക്കരുതാത്ത പാപങ്ങൾ ചിന്തിച്ചു കൂട്ടിയതിന്റെ ഫലമായി എന്റെ യേശുവിന്റെ തലയിൽ മുൾക്കിരീടമടിക്കപ്പെട്ടു. നാം കൈകൊണ്ട് ചെയ്യരുതാത്ത പാപം കൈകൾ കൊണ്ട് ചെയ്തതിന്റെ പകരമായി എന്റെ യേശുവിന്റെ ഇരു കരങ്ങളും കാരിരും പാണികൾ അടിക്കപ്പെടുവാനിടയായി. നാം പോകരുതാത്ത മണ്ഡലങ്ങളിലേക്ക് കടന്നുപോയതിന്റെ ഫലമായി
നാം തകർക്കപ്പെടേണ്ടുന്നതിന് പകരം എൻ്റെ യേശുവിൻ്റെ 2 കാലുകളും ആണികൾ കൊണ്ട് അടിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നാം ഹൃദയം കൊണ്ട് ചിന്തിച്ചു കൂട്ടരുതാത്ത, ഹൃദയത്തിൽ കരുതി വെക്കരുതാത്ത പാപം നാം ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ഫലമായി, അതിനു പകരമായി എൻ്റെ യേശുവിൻ്റെ മാറിടം കുത്തി തുളയ്ക്കപ്പെട്ടു. മാന്യ ശ്രോതാവേ, നാം ഈ വചനം കേൾക്കുമ്പോൾ ഒരു നിമിഷം ആ ക്രൂശിലെ ഒന്ന് ധ്യാനിക്കണമേ. ആ ക്രൂശിലേക്ക് ഒരു നിമിഷം നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുപോകണമേ. പഴയ നിയമത്തിൽ ഒരു മൃഗം കൊല്ലപ്പെട്ടത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭവനത്തിലേക്ക് ഒരു തുരുത്തി ഉണ്ടാക്കപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നാം തകർക്കപ്പെടേണ്ടതിന് പകരം എൻ്റെ യേശു ഒരു കുഞ്ഞാടായി കാൽവരി ക്രൂശിലേക്ക് നടന്നു കയറിയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താ? യേശു ക്രൂശെ തൂങ്ങിയതുകൊണ്ട്, ക്രൂശയിൽ മരിച്ചതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടായോ? ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നത്, യേശു എനിക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ മരിച്ചതെന്ന് ഞാനും നിങ്ങളും ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചതെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. വിശ്വസിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുമോ? വചനം പറയുന്നു, വിശ്വസിക്കുന്നത് നാം വായ് കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുവാൻ ഇടയാകും. അങ്ങനെ വിശ്വസിക്കുകയും, അതിനുശേഷം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, അത് തുടർന്ന് ചെയ്യേണ്ടുന്നതാകുന്ന ചില പ്രക്രിയകളാണ്. അങ്ങനെയെങ്കിൽ മാന്യ ശ്രോതാവേ, എൻ്റെ യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. എന്നെയും നിങ്ങളെയും എൻ്റെ യേശു ഒരു തുരുത്തിയാക്കി. അവിടെ പറയുന്നത്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നത്? ഞാൻ രസകരമായ ഒരു കഥ, രസകരമായ ചില കാര്യങ്ങളിൽ കൂടെ അത് പറഞ്ഞു മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ശാരീരികമായ ഒരു ക്ഷീണമുണ്ടായി എന്ന് കരുതുക. നാം ഒരു ഹോസ്പിറ്റലിൽ കടന്നു എന്നൊരു ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡോക്ടറുടെ അടുക്കൽ വിശദമായി പറയും. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി, ഇങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഡോക്ടർ ഇതെല്ലാം കേട്ടിട്ട് ഒരു ചെറിയ പേപ്പറിനകത്ത് ചില കാര്യങ്ങൾ എഴുതും. എഴുതിയതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് പറയും, ദാ അവിടെ ഒരു ലാബുണ്ട്, ആ ലാബിൽ കൊണ്ടുവന്ന് ഈ പേപ്പർ ഒന്ന് കാണിക്കുക. അങ്ങനെ നമ്മൾ ഈ പേപ്പറുമായിട്ട് നെഞ്ചൊക്കെ വിരിച്ച വളരെ സന്തോഷത്തോടെ ആ ലാബിൻ്റെ മുമ്പിൽ ചെന്ന് അവിടുത്തെ ലാബ് ടെക്നീഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ പേപ്പർ വെച്ച് നീട്ടി അവർ ഈ പേപ്പർ ഒന്ന് വായിച്ചു നോക്കും. അവരകത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു ചെറിയ കുപ്പി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് നമ്മളോട് പറയും, ദാ ഇതിൻ്റെ അപ്പുറത്ത്
ഒരു ബാത്റൂമുണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു യൂറിൻ ഷെഡ് ഉണ്ട്. അതിനകത്ത് എന്നിട്ട് ആ കുപ്പിക്കകത്ത് യൂറിൻ കൊണ്ടുവരിക. നമുക്കറിയാം ലാബിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഡോക്ടർ കുറിക്കും എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആ പറയുന്നത് അനുസരിച്ച് ആ വസ്തു കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ പറയും, നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, റിസൾട്ട് തരാം. അവര് ആ ലാബിൽ ആ വസ്തു ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് തന്നുവിടും. നമ്മൾ ആ റിസൾട്ടുമായി ഡോക്ടറുടെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇനി ഇന്ന മരുന്ന് കഴിക്കണം, ഇത്ര ദിവസം ഇത്ര നേരം കഴിക്കണം. മാന്യ ശ്രോതാവേ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു രോഗമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അല്ല ഡോക്ടർ മരുന്ന് കുറിക്കുന്നത്. ഡോക്ടർ ലാബിലേക്ക് വിടുന്ന ആ ടെസ്റ്റിന്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് ആ രോഗത്തിന് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് തരുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കണ്ണുനീര് എന്തിനാണ് തുരുത്തിയിലാക്കുന്നത്? നമ്മുടെ കണ്ണുനീര് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഏത് പ്രയാസവുമാകട്ടെ, ഏത് രോഗവുമാകട്ടെ, നിന്നെ അലട്ടുന്ന ഏത് പ്രതിസന്ധിയുമാകട്ടെ, നിന്റെ കണ്ണുനീര് ഒന്ന് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുമോ? കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഭൂമിയിൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട്. എവിടെയാണെന്നറിയാമോ? അങ്ങ് സ്വർഗത്തിൽ. ആ ലാബിലേക്ക് നമ്മുടെ കണ്ണുനീര് കൊടുത്താൽ, ആ ലാബിൽ നമ്മുടെ കണ്ണുനീരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വേദനയുടെ ആഴം എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെയും നിങ്ങളുടെയും വിഷയത്തിന് ഒരു പരിഹാരം തരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ എന്നെ ശ്രവിക്കുന്ന ചില സഹോദരങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കുക, അയ്യോ പാസ്റ്റർ, എൻ്റെ കണ്ണുനീര് എത്ര നഷ്ടപ്പെട്ടു. യഹൂദന്മാർ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാനായിരുന്നെങ്കിൽ എന്തും വേണ്ടി കണ്ണുനീര് കാണുമായിരുന്നു. ശ്രോതാവേ, നമ്മുടെ കണ്ണുനീര് നാം സൂക്ഷിച്ചു വച്ചിട്ടില്ലായിരിക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒഴുക്കിയ, നമ്മുടെ ഭവനത്തിന് വേണ്ടി ഒഴുക്കിയ, നമ്മുടെ ഭാവിക്ക് വേണ്ടി നാം ഒഴുക്കിയ കണ്ണുനീര് ഞാനും നിങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടില്ലായിരിക്കാം. അത് കട്ടിലിൽ വീണ് വറ്റിപ്പോയായിരിക്കാം, പലതും വഴിയിൽ വീണ് പോയായിരിക്കാം. നമ്മുടെ കണ്ണുനീര് ആരും കണ്ടില്ലായിരിക്കാം. ഒരു പക്ഷേങ്കിൽ നമ്മുടെ കണ്ണുനീര് നമ്മുടെ ഭാര്യ കണ്ടില്ല എന്നിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടില്ല എന്നിരിക്കും, നമ്മുടെ ഭർത്താക്കന്മാർ കണ്ടില്ല എന്നിരിക്കും, നമ്മുടെ സഹോദരങ്ങൾ കണ്ണുനീര് കണ്ടില്ല എന്നിരിക്കും. എന്നാൽ ഈ സമയം ദൈവ സാന്നിധ്യം നാം ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. കുഞ്ഞെ, നമ്മുടെ കണ്ണുനീര് ഇവിടെയൊന്ന് ഒഴുക്കിയാൽ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവമുണ്ട്, കണ്ണുനീരിന് മറികടക്കാത്ത ഒരു സ്വർഗമുണ്ട്. നിന്റെ കണ്ണുനീര് കണ്ടിട്ടും മനസ്സലിയുന്ന ഒരു സ്വർഗം. നീ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാകുമോ? നിന്റെ നിലവിളിയുടെ നടുവിൽ നിൽക്കുന്ന എൻ്റെ യേശു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു. നീ ആയിരിക്കുന്ന മണ്ഡലം എവിടെയായിരുന്നാലും ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി
എന്തു ചെയ്യണം? നിന്റെ കണ്ണുനീര് ആരും കണ്ടില്ലെങ്കിലും, മകളെ, മകനെ, ദൈവദാസനെ, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച ചില വേദനകളുടെ നടുവിൽ നീ ഒഴുക്കിയ കണ്ണുനീര് എന്റെ തുരുത്തിയിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാ. ഈ കണ്ണുനീര് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ചില മറുപടി അതിവേഗത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലേക്ക്, നിന്റെ വിഷയത്തിന്റെ മണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയക്കുവാൻ പോകുക. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ഭക്തൻ പറയുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. എന്തിനാ കണ്ണുനീര് തുരുത്തിയിലാക്കുന്നത്? അതൊരു ടെസ്റ്റ് ചെയ്യും. ആ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യും. അതിനൊരു റിസൾട്ട് ലഭിക്കും, അതിനൊരു മറുപടി ലഭിക്കും. നിന്റെ കണ്ണുനീര് ഒരിക്കലും വൃഥാവല്ല എന്ന് ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയട്ടെ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബജീവിതത്തിൽ പലപ്പോഴും സന്തോഷമില്ലാത്ത അവസ്ഥകളുണ്ട്. പ്രാർത്ഥിച്ചാട്ട് നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിലേക്ക് സന്തോഷം തരുവാൻ, നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സന്തോഷം തരുവാൻ എൻ്റെ യേശു മതിയായവനാ. വചനത്തിനു വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറാകുമോ? നീ ആയിരിക്കുന്ന തുരുത്തിയിൽ മായമില്ലാത്ത വചനം, മായമില്ലാത്ത വചനമായിരിക്കുന്ന പാല് നിറയ്ക്കുവാൻ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവ് ആയിരിക്കുന്ന വെള്ളം നിറയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തിനു വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറാകുമോ? ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ദൈവാത്മാവ് ചില മണ്ഡലങ്ങളിൽ ചില ബന്ധനങ്ങളെ അറുത്തു മാറ്റുകയാ, ചില കെട്ടുകളെ പൊട്ടിച്ചു മാറ്റുകയാ. അഭിഷേകം വെളിപ്പെടുമ്പോൾ ചില അടിമ നുഖങ്ങളുടെ ഒടഞ്ഞു മാറും. ശിംശോന്റെ മേൽ ബന്ധിച്ച ചില കെട്ടുകൾ ചണനൂലുകൾ പോലെ പൊട്ടിമാറിയെന്ന് വചനം കാണുന്നെങ്കിൽ, ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കുകയാ, ഇപ്പോൾ തന്നെ അഭിഷേകം വെളിപ്പെടുകയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകമകൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏഴകളാകുന്ന അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പച്ചന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീര്, ഈ സമയം ഞങ്ങൾ ഒഴുക്കുന്ന ഈ കണ്ണുനീര് അങ്ങ് തുരുത്തിയിലാക്കി വെക്കുന്നതിനായി സ്തോത്രം. ഭക്തൻ പാടുന്നത് പോലെ കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു സ്വർഗമുണ്ട്. യെസ് കർത്താവേ, ഈ വചനം കേട്ട ഓരോ ദൈവഭക്തന്മാരുടെ മേലും, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇതൊരു ജീവനായി, ജീവന്റെ തുടിപ്പായി, ചില മണ്ഡലങ്ങളിൽ ശക്തമായ ദൈവപ്രവൃത്തിയായി ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി. ഈ ജനം ശക്തമായ അങ്ങയുടെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ.
സകല മാനവും മഹത്വവും അപ്പച്ചൻ മാത്രം എടുക്കുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹായ് ദൈവമക്കളെ, നിങ്ങളെ ഏവരെയും ദൈവം ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ കൂടെ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ചതാകുന്ന എൻ്റെ സഹോദരൻ, കർത്താവിൽ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാബു പീറ്റർ അവരോടും കുടുംബത്തോടും എന്നെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.